ജയസാധ്യത പി കെ നവാസ് താനൂർ തിരിച്ചുപിടിക്കാണ് പോയതോടുകൂടി ഉറപ്പായ കാര്യമാണ്. അതൊരു ഹോട്ട് സീറ്റ് ആണെന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് തവനൂരാണ്. കെ ടി ജലീൽ പരാജയപ്പെട്ടേക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം പാതി മീശ പഠിക്കും മുട്ടയടിക്കും എന്നാണ് ജലീലിന്റെ വെല്ലുവിളി. അല്ല, അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് പിന്നെ ഏത് സീറ്റാണ്? പൊന്നാനി മാത്രമാണ് ഇനി സംശയിക്കാനുള്ളത്. പൊന്നാനി മാത്രം അല്ലേ? അല്ല, അങ്ങനെ വരൂ. 16-ൽ 15 പൊന്നാനി മാത്രമേ സ്പ്രെഡ് ആവുന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. മലപ്പുറത്ത് കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ പറയുന്നത് 16-ൽ 15 ഒരു സംശയം വേണ്ട. പൊന്നാനി LDF ഉറപ്പിക്കുമോ? പൊന്നാനി ജയിക്കുമെങ്കിൽ ഞാൻ കരുതുന്നത് മലപ്പുറം ജില്ല കംപ്ലീറ്റ് UDF-ലേക്ക് ആവുന്നതാണ്. പോസിബിൾ അതാ പറഞ്ഞത്. പോകുമെങ്കിൽ പൊന്നാനിയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് UDF-ന് അനുകൂലമാണ്. ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ UDF-ന് അനുകൂലമാണ് പൊന്നാനി. അത് KP നൗഷാദ് അലി ഒരുപക്ഷെ അല്ലെ ഒരു വലിയ വിജയം, ഗംഭീരമായിട്ടുള്ള ഒരു മൂവാണ് എന്ന് മാത്രമല്ല. നോക്കൂ, നമ്മൾ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ NDTV-യുടെ ആണെങ്കിലും കാസ്റ്റ് ഇക്വേഷനിലെ കണക്ക് വരുന്നുണ്ട്. അപ്പോൾ UDF പെർസെൻറ്റേജിൽ 60% ക്രിസ്ത്യൻ വോട്ടുകൾ പഴയതിൽ നിന്ന് 17% ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു പിടിച്ചു. മുസ്ലിം സമുദായത്തിൽ നിന്നും അത്രയും തന്നെ വോട്ടുകൾ തിരിച്ചു പിടിച്ചു. ഇതെല്ലാം 6% ഹിന്ദു വോട്ടുകളും തിരിച്ചു പിടിച്ചുകൊണ്ടാണ് UDF വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞ കാസ്റ്റ് അനാലിസിസ് വെച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം കൺസോളിഡേഷൻ അതിഗംഭീരമായി വരുമ്പോൾ തെക്കൻ കേരളത്തിലല്ല വടക്കൻ കേരളത്തിൽ അത് മറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും വന്നു കഴിഞ്ഞു. അത് നമ്മൾ കാസർഗോഡ് കണ്ടു, കണ്ണൂരിലെ ചില പോക്കറ്റ്സിൽ കണ്ടു. ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ പോലെ വയനാട്ടിൽ കാണുന്നു. ക്രിസ്ത്യൻ വോട്ടുകളും എടുത്തു പറയണം. ഇപ്പോൾ നമ്മൾ മലപ്പുറത്ത് എത്തുമ്പോൾ മലപ്പുറത്ത് 15 സീറ്റുകൾ വരെ കിട്ടാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വടക്കൻ കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകളും അടക്കം സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമായി അലയടിച്ച ഒരു സ്ഥലം തന്നെയാണ് വടക്കൻ കേരളം എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്. അത് ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്നത് സീ വോട്ടർ തന്നെ ഒരു പ്രധാന കാരണം. കോഴിക്കോട് ജില്ല ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ അല്ല കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകുന്നത്. കാരണം LDF-ന്റെ ഉറച്ച കോട്ടകളായ മണ്ഡലങ്ങളുണ്ട്. അതുണ്ട്. കോഴിക്കോട് 14 മുതൽ 16 വരെയും UDF-ന് കിട്ടാമെന്നുള്ളതാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് 16 സീറ്റ് വരെ കിട്ടാം. അതാണ് പറഞ്ഞത്, 16 കിട്ടാമെന്നാണ്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, അതടക്കമുള്ള സാധനങ്ങളുണ്ട്. ഹിന്ദു വോട്ടുകൾ കോഴിക്കോട് ടൗണിൽ ഹിന്ദു വോട്ടുകൾ എന്താ പഞ്ഞുണ്ട്. BJP വളരെ ശക്തമായ വെല്ലുവിളി. കോഴിക്കോട് ഒരു ഹിന്ദു ജില്ലയാണ്, അതാദ്യം മനസ്സിലാക്കാം. അതെ. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് സർക്കാർ വിരുദ്ധ വികാരം വടക്കൻ കേരളത്തിൽ അതിശക്തമാണെന്നും LDF-ന്റെ കോട്ടകൾ അമ്പേ തറ പറ്റുന്ന ഒരു സാധ്യതയാണുള്ളത്. ഇത്രയുമാണ് കണക്കെങ്കിൽ കണ്ണൂരിലേക്കൊന്ന് തിരിച്ചു പോകണം. കണ്ണൂർ 5 സീറ്റിൽ ഒതുങ്ങുമോ UDF എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഒരു സീറ്റ് കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു സീറ്റ് കൂടി. അത് ചിലപ്പോൾ നമ്മുടെ ഗോവിന്ദന്റെ സീറ്റൊക്കെ ആയിക്കോട്ടെന്ന് നേരത്തെ പ്രമോദ് പറഞ്ഞ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ചിലപ്പോൾ കാര്യങ്ങളൊന്നും തിരിയാൻ സാധ്യത. മലപ്പുറത്ത് 14 മുതൽ 16 സീറ്റ് വരെയാണ് UDF-ന് പ്രവചിക്കുന്നത്. 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രമേ LDF-ന് പ്രവചിക്കുന്നുള്ളൂ. രണ്ട് സീറ്റ് ജിമ്മി മലപ്പുറത്ത് സാധ്യതകൾ അല്ല, അത് തവനൂരും പൊന്നാനിയുമാണ്. പിന്നെ UDF-ന് പൊന്നാനി ഫസ്റ്റ് നോക്കാം. അല്ല, സാധ്യതയുണ്ടെങ്കിൽ അത് രണ്ടും മാത്രമാണ്. ഇതിൽ സാധ്യത BSJOയ്ക്കാണ് പറയുന്നത്. സി വോട്ട്. അതെ, അത് അങ്ങനെയാണ്. അത് ശരിയാ. BSJOയുടെ തവനൂര് വരുന്നില്ല. അപ്പൊ പിന്നെ മറ്റേതോ ഒരു മണ്ഡലം ആണ് അതിനകത്ത് കണ്ടത്. അങ്ങനെ കാണാനുള്ള ഒരു തിരൂരാണ് പിന്നെ ഞാൻ ചോദിക്കുന്നത്. അട്ടിമറി വേങ്ങരയിൽ മറ്റോ അട്ടിമറി വേങ്ങരയല്ല, തിരൂരാണ്. തിരൂര് അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തിരൂരിൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കുറുക്കുളി മൊയ്തീൻ തിരൂര് അബ്ദുറഹ്മാന്റെ ഹോം ഗ്രൗണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് സാധ്യതയില്ല. പക്ഷെ അത് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പൊന്നാനി ഉൾപ്പെടെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരി. എന്നാൽ ഇതുവരെയുള്ള സി വോട്ടറിന്റെ ഫലം എടുത്ത് ജില്ലകൾ തോറുമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. നമ്മൾ സി വോട്ടറിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സി വോട്ടറിന്റെ ഈ ഒരു ഫലസൂചനയുടെ ഒരു വലിയൊരു പെരുക്കം ഇല്ലാത്ത തരത്തിൽ 72ഉം 70ഉം ഒക്കെ മുതൽ 75 വരെ 76 വരെ എന്നൊക്കെ പ്രവചിക്കുന്ന ഒന്നിലധികം സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുമാത്രമല്ല, പുറത്തു വന്നിട്ടുള്ളത് ഇതിനേക്കാൾ ചെറിയ മാർജിനിൽ മാത്രം UDF കടന്നു കൂടിയേക്കാമെന്ന് പ്രവചിക്കുന്ന സർവേ ഫലങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും സി വോട്ടർ കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള